ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവളാടാ ഞാൻ. ആൻറ്റി അവളെന്തിയേ? ഇടിയ സുധാകരൻ മാമൻ ഇങ്ങോട്ട് പോലീസിനെ കൊണ്ട് വരുന്നുണ്ട് നിന്നെ പിടിക്കാൻ വേണ്ടി. അയാളുടെ പറമ്പിൽ കയറി കൃഷിയെല്ലാം കൂടെ വെട്ടി നശിപ്പിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാകുന്നുണ്ട്. ഇതൊന്നുമല്ല പ്രധാന പ്രശ്നം. നീ വെട്ടിത്തെളിച്ചുകൊണ്ട് പോകുന്നത് നിർത്താൻ തൊഴിലുറപ്പുകാർ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പണി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് അയാളുമായിട്ട് പൂരം ബഹളമായിരുന്നു. അപ്പോൾ അത് വേറെ പ്രശ്നമായിട്ട്. അപ്പോൾ ഇതാ നീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നത്. എന്നിട്ടോ ഒറ്റയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് നടന്നു. കൊള്ളാം. ഇനി എത്ര പറമ്പുണ്ട്? എത്ര പേര് വരും ഇനി കേസും കൊണ്ട്? ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ച് വന്നതല്ലേ, ഒറ്റയ്ക്ക് അനുഭവിക്കാം. ഗായ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഗായ്സ് വഴി വെട്ടി വന്നത്. എൻ്റെ കൂടെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അഞ്ചു ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഗായ്സ് വഴി വെട്ടി വന്നതും. അതും സുധാകരൻ മാമൻ്റെ പറമ്പിൽ. നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഗായ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഗായ്സ് വഴി വെട്ടി വന്നത്. എൻ്റെ കൂടെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അഞ്ചു ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഗായ്സ് വഴി വെട്ടി വന്നതും. അതും സുധാകരൻ മാമൻ്റെ പറമ്പിൽ കൂടെ. ഈ കൊച്ചു പല്ല് തേക്കാതെയാണ് നിങ്ങളുടെ കാപ്പി ബിസ്ക്കറ്റ് തരുന്നത്. എടി കൊച്ചേ, നീ പല്ല് തേച്ചായിരുന്നത്? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നീ പല്ല് തേച്ചായിരുന്നു? എപ്പോൾ തേച്ച്? ഇങ്ങനെ ഒരു വൃത്തികെട്ട സാധനം രാവിലെ പല്ല് പോലും തേക്കാതെ കാപ്പി ബിസ്ക്കറ്റ് തിന്നുന്നത് വീട്ടിൽ നോക്കണം. ഇവള് രാവിലെയും പല്ല് തേച്ചില്ല, അതേ ഉച്ചയായി. ഉച്ചയ്ക്കത്തെ തീറ്റയും തുടങ്ങി. ഇതുവരെ ഇവള് പല്ല് തേച്ചില്ല. പല്ല് തേക്കാതിരുന്നുകൊണ്ട് പിന്നെ വീട്ടിൽ നോക്കണം. ആരോട് പറയാൻ? എനിക്ക് ഇത് കഴിച്ചിട്ട് തരാം. ഇത് തന്നെയല്ലേ നീ രാവിലെയും പറഞ്ഞത്? ആ ബിസ്ക്കറ്റും കാപ്പിയും തിന്നിട്ട് അപ്പം പല്ല് തേച്ചോളാം എന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് തരാം. രാവിലെയും പല്ല് തേച്ചില്ല, ഉച്ചയ്ക്കും പല്ല് തേച്ചില്ല, വൈകിട്ട് ഒരു ഉളുപ്പില്ലാതിരുന്നുകൊണ്ട് തിന്നുന്ന തീറ്റി നോക്കണം. ഇതിനെയൊക്കെ എന്നെ ചെയ്യാനായിട്ട് ഇവിടെ നിന്നെ കാരണം ഏതായാലും പേസ്റ്റ് ലാഭമാവുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് ഞാൻ തേക്കുന്നത്. അതിന് കണ്ടറിയാം. ഈ മഴയത്ത് ആസ്വദിച്ച് പക്കാവടം കാത്തിരുന്ന അതിൻ്റെ ഇടയിൽ പല്ല് എത്തില്ലേ നാളെ അതെ മാ പണ്ട് കാലത്തുള്ളവർക്ക് ബ്രഷില്ലായിരുന്നു, പേസ്റ്റില്ലായിരുന്നു. അവർക്കൊന്നും പല്ല് തേക്കാൻ നിർവാഹമില്ലായിരുന്നു. അപ്പം കാലം മാറി. അപ്പം പേസ്റ്റും ബ്രഷൊക്കെ വന്നു പല്ല് തേക്കുന്ന ആൾക്കാർ. ഞാൻ പണ്ടുള്ളവരെ ഫോളോ ചെയ്യുന്നതാണ്. അയ്യോ, എന്ത് പറ്റി? കണക്കായി പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. പറഞ്ഞാൽ ശകലമെങ്കിലും അനുസരിക്കണം. ആ താഴെ വീണ് കിടക്കുന്ന ബ്രഷെങ്കിലും ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ കേൾക്കാതെ പോയവളല്ലേ. അപ്പം പിന്നെ നിനക്ക് തന്നെ കിട്ടണം. പല്ലുവേദന എടുത്തില്ലല്ലോ ആവശ്യം. അയ്യോ, പണ്ട് കാലത്തെ ഫോളോ ചെയ്യുന്ന നിർത്തിയല്ലേ നീ. അപ്പോൾ പിന്നെ അണങ്ങാതെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞോ കേട്ടോ. അല്ലെങ്കിൽ പല്ലിനോട് ഞാൻ ഒറ്റ കുത്തൂറ വെച്ച് തരും. മാറി തേച്ചാൽ നിനക്ക് കൊള്ളാം.